ഹായ് സ്റ്റുഡൻസ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഫോമാണ് ഞാനിവിടെ പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷനാണ്. നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ്. നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ എയിം പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കില്ല. പക്ഷേ എങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഏർണിങ്സ് വേണം. അതിന് സർപ്ലസ് എന്നാ പറയാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ, അതായത് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ വരുന്ന ഇത് സർപ്ലസ് ആയിട്ടാണ് വരിക, പ്രോഫിറ്റായിട്ട് നമ്മൾ എടുക്കില്ല. പിന്നെ ഇവരുടെ ഫണ്ട് സാധാരണയായിട്ട് എല്ലാ പ്രൊപ്പറേറ്ററി കൺസേണിനൊക്കെ ക്യാപിറ്റൽ കൊണ്ടാണ് ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഈ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ ഫണ്ട് ഡൊണേഷൻ, മെമ്പർഷിപ്പ് ഫീ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ അങ്ങനെയുള്ള രൂപത്തിലൊക്കെയാണ് ഇവർക്ക് ആവശ്യമായ ഫണ്ട് ഇവർ കണ്ടെത്തുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലായിട്ട് കൊണ്ടുവരുന്നതല്ല, ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസോ ആയിട്ട് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതല്ല നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ. ഇതൊന്നെങ്കിലും ഒരു ട്രസ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെയാണ് ഇത് ഫോം ചെയ്യുക. നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാമെന്ന് വെച്ചാൽ പബ്ലിക് ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ്, അതുപോലെ സ്പോർട്സ് ക്ലബ്ബ്, അതൊക്കെ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏത് വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണോ ചെയ്യുന്നത് ആ വർഷത്തേക്ക് ബാധകമായ എമൗണ്ട് മാത്രമേ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. നമ്മളത് ചെയ്യുമ്പം ഫസ്റ്റ് നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ കൊടുക്കണം. ഏത് ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണോ അത് ആദ്യം കൊടുക്കുക. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ പീരീഡ് എൻഡഡ് പറഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ആ ഇയർ എൻഡഡ് ഏത് വർഷം ഏത് പീരീഡാണോ അതിട്ട് കൊടുക്കുക. ദെൻ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, എക്സ്പെൻഡിച്ചർ കോളം, എമൗണ്ട് കോളം, ഇൻകം കോളം, എമൗണ്ട് കോളം. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചറും എമൗണ്ടും, ക്രെഡിറ്റ് സൈഡിൽ ഇൻകവും എമൗണ്ടും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് പറയുന്നതെങ്കിലും ഫസ്റ്റ് കോളം എക്സ്പെൻഡിച്ചർ ആണ്, ഇൻകം ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്കൊന്നുകിൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് എന്നുണ്ടെങ്കിൽ അതിലെടുക്കാം. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് എടുക്കേണ്ടത്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ്. അതായത് എല്ലാ ക്യാഷ് റെസീറ്റ്സും എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയറിലേക്ക് ബാധകമായ ക്യാഷ് ആയാലും സക്സീഡിങ് ഇയറിലേക്ക് വരുന്ന ക്യാഷ് ആയാലും അത് ആ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാഷ് റെസീറ്റ്സ് ആയിട്ട് കാണിച്ചിരിക്കും. അതുപോലെ ആ വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് പേയ്മെൻ്റ് ആക്കിയിട്ട് കാണിച്ചിരിക്കും റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഏത് വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണോ പ്രിപ്പയർ ചെയ്ത് ആ വർഷത്തേക്ക് ബാധകമായ എമൗണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റ് വരുന്ന ഐറ്റം ടു സാലറീസ് എന്ന് എഴുതിയിട്ട് നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്. നമ്മൾ ഈ വർഷം ഇതിപ്പം 31 മാർച്ച് 2024 ചെയ്യുന്നതെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞാൽ ഈ വർഷം കൊടുക്കാനുള്ള സാലറിയാണ്, അത് ആഡ് ചെയ്യാം. ലെസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ്. അപ്പോൾ 1 ഏപ്രിൽ 2023 സാലറി ഉണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തെ സാലറി ആയിരിക്കും. കഴിഞ്ഞ വർഷത്തെ സാലറി നമുക്ക് ഈ വർഷം എടുക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മളിവിടുന്ന് ലെസ് ചെയ്യണം. ഈ വർഷം കിട്ടേണ്ടതായതും ഈ വർഷം കൊടുക്കേണ്ടതായതും മാത്രമേ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. പ്രീവിയസ് ഇയറുള്ളതോ സക്സീഡിങ് ഇയറുള്ളതോ ഒന്നും വരാൻ പാടില്ല. അപ്പം ബിഗിനിങ്ങിലുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രീവിയസ് ഇയറുള്ളതായിരിക്കും, അത് ലെസ് ചെയ്യാം. ദെൻ ടു റെൻറ്റ്, ഇൻഷുറൻസ് പ്രീമിയം ലെസ് പ്രീപെയ്ഡ്. മുന്നേ നമ്മൾ അതായത് കറണ്ട് ഇയറിലുള്ള ഇൻഷുറൻസ് പ്രീമിയം മുന്നേ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സക്സീഡിങ് ഇയറിലുള്ള ഇൻഷുറൻസ് പ്രീമിയം ഈ വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ വർഷം ഇൻഷുറൻസ് പ്രീമിയത്തിൽ വരും വർഷങ്ങളിലേക്കുള്ള പ്രീമിയം കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അഡ്വാൻസ് ആയിട്ട് കരുവും. അപ്പോൾ അത് ലെസ് പ്രീപെയ്ഡ് എന്നിട്ട് കൊടുക്കുക. ദെൻ ഓഡിറ്റ് ഫീസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസ്, ഓഫീസ് എക്സ്പെൻസസ്, ഹോണറേറിയം, ടെലിഫോൺ എക്സ്പെൻസസ്, റിപ്പയേഴ്സ്, depreciation, loss on sale of fixed assets, sports material used. ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കോളത്തിൽ വരുന്ന ഐറ്റം. ദെൻ ഇൻകത്തിൽ സബ്സ്ക്രിപ്ഷനിൽ
ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ആഡ് ചെയ്യണം. അതായത് ഈ വർഷം കറണ്ട് ഇയറിൽ കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷനാണ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് പറയുന്നത്. അഡ്വാൻസ് ഇൻ ദ ബിഗിനിങ് ആഡ് ചെയ്യണം. ഇത് അഡ്വാൻസ് ഇൻ ദ ബിഗിനിങ് ഇവിടെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് ലെസ് ചെയ്തത്. അഡ്വാൻസ് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ കറണ്ട് ഇയറിലേക്ക് വേണ്ടുന്ന സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് അഡ്വാൻസ് ഇൻ ദ ബിഗിനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തേക്ക് കറണ്ട് ഇയറിലേക്ക് ആവശ്യമായ സബ്സ്ക്രിപ്ഷൻ പ്രീവിയസ് ഇയറിൽ കിട്ടുമ്പോൾ അത് ആ വർഷം അഡ്വാൻസ് ആയിട്ട് ഉണ്ടായിരിക്കുക, പക്ഷേ അത് ഈ വർഷം വേണ്ടുന്നതാണ്. അതുകൊണ്ട് അഡ്വാൻസ് ഇൻ ദ ബിഗിനിങ് ആഡ് ചെയ്യാം. ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബിഗിനിങ്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ വർഷം കിട്ടാനുള്ളതായിരിക്കും. കഴിഞ്ഞ വർഷം കിട്ടാനുള്ളതാവുമ്പോൾ അത് കഴിഞ്ഞ വർഷത്തേക്ക് മാത്രമേ ബാധകമുള്ളൂ, ഈ വർഷം വേണ്ട. അപ്പോൾ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബിഗിനിങ്. ലെസ് അഡ്വാൻസ് അറ്റ് ദ എൻഡ്. അഡ്വാൻസ് അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് വേണ്ടത് ഈ വർഷം കിട്ടി, അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തേക്കും എടുക്കാൻ പാടില്ല. അപ്പം കറണ്ട് ഇയറിൽ കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും കറണ്ട് ഇയറിലേക്ക് വേണ്ടി കിട്ടിയതും, അതായത് കഴിഞ്ഞ വർഷം ഈ വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള പൈസ അഡ്വാൻസ് ആയിട്ട് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം അത് അബാധകമായ സബ്സ്ക്രിപ്ഷനാണ്, അതവിടെ എടുക്കുക. ദെൻ ഡൊണേഷൻ, ജനറൽ ഗ്രാൻസ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ഹോൾ റെൻറ്റ്, സൺഡേ റെസീറ്റ്സ്, ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വിറ്റിട്ട് പ്രോഫിറ്റോ ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കണം, ലോസ് ആണെങ്കിൽ ഈ സൈഡിലും കാണിക്കണം. ഇത്രയും ഐറ്റംസ് ആണ് എക്സ്പെൻഡിച്ചർ ആയിട്ടും ഇൻകം ആയിട്ടും വരുന്നത്. അതിനുശേഷം രണ്ട് സൈഡും ആഡ് ചെയ്യുക. ഇത്ര വരുന്നു. രണ്ട് സൈഡും ആഡ് ചെയ്തിട്ട് ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ ഈ കൂടുതലുള്ള എമൗണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ഡിഫറൻസ്, സർപ്ലസ് അല്ലെങ്കിൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിനെക്കാട്ടി കൂടുതൽ ഇൻകമാണ് സർപ്ലസ് ആയിട്ട് ഇവിടെ കാണിക്കുക. ഇനി ഈ സൈഡ് കൂടുതലും ഇവിടെ കുറവുമാണെങ്കിൽ ഈ കൂടുതലുള്ള എമൗണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ഡിഫറൻസ്, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കണം. ഡെഫിസിറ്റ്, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം അവിടെ ഇട്ട് കാണിച്ചു കൊടുക്കുക. അപ്പം ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, രണ്ടും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.